സുന്ദര രാത്രികൾ, ജോക്കർ, റൺവേ, ഈശമാധവൻ, അല്ല ഗായ്സ്, അപ്പൊ നിങ്ങള് കേട്ടത് മൊത്തം ദേപ്പുട്ടത്തെ മെനു ആണല്ലേ? അതെ ഗായ്സ്, നിങ്ങൾ ചോദിച്ച ദേപ്പുട്ട് പോയിന്റെ വീഡിയോ അല്ലേ? അതന്നെ വിശന്ന് വലഞ്ഞ ഒരു പറ്റം ചെറുപ്പക്കാർക്ക് അന്ന് രാത്രി സംഭവിച്ചത് എന്ത്? ആറ്റുനോറ്റ് ദേപ്പുട്ട് പോയേക്കുമ്പോ അവിടെയാണെങ്കിലോ 45 മിനിറ്റ് വെയിറ്റിംഗ് ടൈം. ഞങ്ങളൊരു നിമിഷം അവിടെ നിന്നില്ല, നേരെ വിട്ടു അപ്പുറത്തെ ചായക്കടയിൽ 2 കടി എടുത്ത് പോക്കല്ലിട്ടിട്ട് 10-12 ആൾക്കാർക്കുള്ള ചായയും പറഞ്ഞു. സെൽഫ് സർവീസ് ഒന്നും അല്ല, അവിടെ ആരും ചായ എടുത്തരല്ലാത്തോണ്ട് നമ്മൾ തന്നെ എടുത്തു കൊടുക്കും. നമ്മൾ തന്നെ എവിടെ പോയാലും വെറുതെ ഇരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ പണിത്തോണ്ടിരിക്കണല്ലേ നമുക്ക്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കണത്. ഇങ്ങനെ കടിയിൽ നിന്ന് ചായം കുടിച്ചിരിക്കുമ്പോഴാണ് അപ്പന ടൈം ആയേകാന്ന് പറഞ്ഞ ദേപ്പുട്ടിന്ന് കോള് വന്ന്. ആ നടത്തം കണ്ടാ പറയാ ആദ്യമായിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ദേപ്പുട്ടെന്ന് കേക്കല്ലാണ് നമ്മൾ ഇപ്പോഴാണ് അതിന്റെ ഉള്ളിൽ നിന്ന് കയറിക്കുന്നത്. അങ്ങനെ മെനു കാർഡ് നോക്കി അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ അക്ഷയ് ബ്രോന്റെ ഉണ്ട്. ഇതങ്ങനെ നല്ലട അങ്ങോട്ട് കട്ടിക്കാന്ന് പറഞ്ഞാൽ മെനു കാർഡും വാങ്ങിയിട്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് പറഞ്ഞു തന്നെ ഈ ചങ്ങായിയാണ്. അങ്ങനെ ഒരു ചാന്ത് പുട്ടും പിന്നെ ഒരു മായാനദി പുട്ടും നമ്മൾ അഖിന്റെ വക കോൺട്രിബ്യൂഷൻ ആയിട്ട് ദേപ്പുട്ടിന്റെ മെനുവിൽ ആഡാക്കിക്കണം. എന്തായാലും ആ പറഞ്ഞതോ ഓനെ ഓർമ്മയുള്ളൂ, പിന്നെ ഓൻ നിലത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വലിയൊരു കാത്തിപ്പിനോടുകൂടി നമ്മളെ സാധനം വന്നിട്ടോ. പേരിന്റെ വെറൈറ്റി കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ മീശമാധവൻ കൂട്ടായിട്ട് ഓർഡർ ആക്കിയത്. എന്നാൽ ഞങ്ങളൊരു വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് സഞ്ജയൻ ടീം ഓർഡർ ചെയ്തതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടാ. കാരണം അതിൽ ബീഫും പിന്നെ ഇടിയിറച്ചിന്റെ മിക്സും അങ്ങനെ ഒരു കോംബോ ആട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ എന്താ വെച്ചാൽ ഫുഡിന് നമുക്ക് മോശമൊന്നും പറയലട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ്, നല്ല ക്വാണ്ടിറ്റി. നമ്മൾ ഓർഡർ ചെയ്തിട്ട് തന്നെ അവിടെ നല്ല മൂവിങ് ഉള്ള ഐറ്റംസ് ആട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി, നല്ല ക്വാണ്ടിറ്റിയുള്ള സാധനം നമുക്ക് കിട്ടിയത്. ഇപ്പൊ കോംബോന്റെ മാത്രം സ്പെഷ്യൽ ആണെന്ന് അറിയില്ല. ആ പുട്ട് ഓർഡർ ചെയ്തപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി മാത്രം മതി മോനെ, വിഷയം സാധനം. നിങ്ങൾ ആരെയൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും അഭിപ്രായം പറയണേ. ഫുഡും കഴിച്ച് ചെക്കന് കജ്ജും കൊടുത്ത് പോകുന്ന നോക്കുമ്പോൾ ബില്ലും തന്നു. ബില്ല് അടിച്ചു നോക്കുമ്പോൾ 35 ദിനാർ മാത്രം. 12 ആൾക്കാർക്ക് 35 ദിനാർ പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 7,000 റുപ്യ അത്രേ ഉള്ളൂ. ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ മോശമാണെങ്കിൽ മോശം തന്നെ പറയണം. കാരണം നമ്മൾ കായ് കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങുന്നത്. ഇതിപ്പോ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മോശമൊന്നും പറയാറ്. ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും ആരും കാണരുത്. ദേപ്പുട്ടിന് ഇപ്പൊ നമ്മളെ പ്രൊമോഷൻ കിട്ടിയിട്ട് വേണ്ടല്ലോ ഏത്. അപ്പൊ ഇനി ദേപ്പുട്ടിൽ പോയി നോക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി നോക്കുക, അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. Salam alaikum.